പള്ളിയുടെ പ്രധാന ഹാളായി ഉപയോഗിക്കുന്ന ഭാഗത്തും പുനർനിർമ്മാണം നടത്തിയതിന്റെ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. കമാനങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്ന കൊത്തിയ മൃഗങ്ങളുടെ രൂപങ്ങൾ വികൃതമാക്കിയതായി കാണപ്പെട്ടതായി രേഖകൾ സൂചിപ്പിക്കുന്നു. അവിടെയുള്ള താഴികക്കുടത്തിന്റെ ഉൾഭാഗം ജ്യാമിതീയ ഡിസൈനുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതാണ്. പരാതിക്കാരിൽ ഒരാളായ രാഖി സിംഗിന്റെ അഭിഭാഷകൻ സൗരഭ് തിവാരി അഭിപ്രായപ്പെടുന്നത് പള്ളിക്ക് മുൻപ് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. 2022 സീൽ ചെയ്ത പള്ളിയുടെ വസുഖാനയും ശാസ്ത്രീയ സർവേക്ക് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് തിവാരി അലഹബാദ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. വസുഖാനയുടെയും മതിലുകൾക്ക് പിന്നിൽ മറിഞ്ഞിരിക്കുന്ന പഴയ ക്ഷേത്രത്തിന്റെ തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് തങ്ങളുടെ അടുത്ത ലക്ഷ്യമെന്ന് തിവാരി ഓൾ ഇന്ത്യ മജ്ലിസ് ഇ ഇത്തേഫാദുൽ മുസ്ലിമിന്റെ ഹൈദരാബാദ് MP അസസുദ്ദീൻ ഒവൈസ് റിപ്പോർട്ടിനോട് പ്രതികരിച്ചിട്ടുണ്ട്. AIC ഹിന്ദുത്വത്തിന്റെ കൈവേലക്കാരാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഈ സർവേ അടിസ്ഥാനരഹിതമാണെന്നും വെറും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അശാസ്ത്രീയമായ റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡിസംബർ 18 ASI ഗ്യാൻവാപ്പി റിപ്പോർട്ട് സമർപ്പിച്ചു.